പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത വലിയകുന്ന് അക്ഷയ സെന്ററിന് സമീപം സംഘടിപ്പിച്ചു. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പി ടി നിർവഹിച്ചു. കാർഷികോൽപ്പന്നങ്ങളും നടീൽ വസ്തുക്കളും ഉൽപാദനോപാധികളും കർഷകർക്ക് നേരിട്ട് വിൽപ്പന നടത്താനുള്ള സൗകര്യം ചന്തയിൽ ഒരുക്കിയിരുന്നു. സ്മാം പദ്ധതിയിലൂടെ കാർഷികോപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭിക്കുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പും പരിപാടിയുടെ ഭാഗമായി നടന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി.സി. എന്നൂർ, ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ വി.ടി. അമീർ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ. മുഹമ്മദ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ. ഖദീജ, മാനുപ്പ മാസ്റ്റർ, മെറീഷ് ടി.പി., ബ്ലോക്ക് മെമ്പർ കെ. എം. അബ്ദുറഹ്മാൻ, സെക്രട്ടറി സിന്ധു ഈശ്വർ, കൃഷി അസിസ്റ്റന്റ് പ്രമോദ്, ADS അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുവാതിര നാട്ടുവേലയും അതുപോലൊക്കെ പരിപാടികൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ നടത്തിയിരുന്നതാണ്. ഇന്ന് നമുക്കടക്കം ആളുകൾക്ക് അതൊക്കെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഒരു നമ്മുടെ നാടുകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ പരിപാടി നമുക്കറിയാം. കുറെ നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന ഭക്ഷ്യവസ്തു, പച്ചക്കറികളായി കഴിഞ്ഞാലും മറ്റു വസ്തുക്കളായി കഴിഞ്ഞാലും ഒക്കെ വിഷമയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളടക്കം നമ്മുടെ പ്രദേശങ്ങളിൽ ഇന്നില്ലാത്തൊരവസ്ഥ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലെ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പച്ചക്കറി ആയി കഴിഞ്ഞാൽ മറ്റു വസ്തുക്കളായി കഴിഞ്ഞാലൊക്കെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇന്ന് നമ്മളിവിടെ വിപണിയിൽ എത്തിക്കുകയാണ്. നമുക്ക് അധികമൊന്നുമില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കർഷകരെ സഹായിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. അവരുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദനോപാധികളെല്ലാം മിതമായ നിരക്കിൽ വളരെ മെച്ചപ്പെട്ട ആരോഗ്യം ഉള്ള ജനതയെ വാർത്തെടുക്കുക എന്നുള്ള തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, വികസനകാര്യ ചെയർമാൻ സൂചിപ്പിച്ചു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ വസ്തുക്കളിലും വിഷ നിറച്ച വസ്തുക്കളാണ് ഇന്ന് വിപണിയിലെത്തുന്നത്. കുടുംബശ്രീ അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയ നമ്മുടെ പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തി ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിഷ വസ്തുക്കൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല രോഗങ്ങളും അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ ആളുകൾ കൃഷി ചെയ്ത് ഉൽപ്പാദിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്.